നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് കളക്ടറായി പ്രീതി AC ചുമതലയേറ്റു. കൈപ്പമംഗലം മുന്നുപിടികയിൽ തെരുവുനായയുടെ ആക്രമണം. 4 പേർക്ക് നായയുടെ കടിയേറ്റു. DYFI എടത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് കളക്ടറായി പ്രീതി AC ചുമതലയേറ്റു. തൃശൂർ ജില്ലയുടെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായി പ്രീതി AC ചുമതലയേറ്റു. കേരള കേഡറിലെ 2025 ബാച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥയാണ് പ്രീതി AC. കർണാടകയിലെ മൈസൂർ ജില്ലയിലെ അങ്കനഹള്ളി സ്വദേശിനിയാണ്. കൈപ്പമംഗലം മുന്നുപിടികയിൽ തെരുവുനായയുടെ ആക്രമണം. 4 പേർക്ക് നായയുടെ കടിയേറ്റു. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. സെന്ററിന് കിഴക്ക് ഭാഗത്തുള്ള ഇരിങ്ങാലക്കുട ബസ് സ്റ്റോപ്പിലാണ് ആദ്യം നായ ആളുകളെ ആക്രമിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശി ലീന, മകൻ ഇമ്മാനുവൽ, പാലക്കാട് സ്വദേശി രാജേഷ് എന്നിവർക്കാണ് കടിയേറ്റത്. ഇതിനുശേഷം ടൗണിലൂടെ വടക്കുഭാഗത്തേക്ക് ഓടിയ നായ അറവുശാല സെന്ററിൽ വെച്ച് കൈപ്പമംഗലം സ്വദേശിയായ വിഷ്ണുവിനെയും ആക്രമിച്ചു. 4 പേരെയും ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 പേർക്കും സാരമായി മുറിവേറ്റ നിലയിലാണ്. പെരിഞ്ഞനം ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് പ്രവർത്തകരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. മുന്നുപിടികയിലും പരിസര പ്രദേശങ്ങളിലും ഈയിടെയായി തെരുവുനായയുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പറയുന്നു. പഞ്ചായത്ത് അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. DYFI എടത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ പ്രസിഡന്റ് NC ആർദ്ര അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ പഠനോപകരണ വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, CPM ലോക്കൽ സെക്രട്ടറി AV സതീഷ്, DYFI മേഖലാ ഭാരവാഹികളായ നിഖിൽ മണികണ്ഠൻ, PR അശ്വത്, AA നസീർ, അഭിനവ് പ്രസാദ്, KS രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. SSLCക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികൾക്കുള്ള സമ്മാനവും അതോടൊപ്പമുള്ള പഠന ഉപകരണ വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്ക് ഒരുക്കാം, അവർ പഠിക്കട്ടെ എന്നുള്ള മുദ്രാവാക്യമാണ് ഈ വർഷം അവർ ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാ യൂണിറ്റ് തലത്തിലുമുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ യുവജനങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നാടിന് തന്നെ ഏറ്റവും നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ഓരോ മേഖലയിലെയും, കാരണം നമ്മുടെ എടത്തുരുത്തി പഞ്ചായത്തിലുള്ള 2 വില്ലേജ് കമ്മിറ്റികളാണ് എന്നതെങ്കിലും എടത്തുരുത്തി മേഖലയിൽ തന്നെ യൂണിറ്റുകളുടെ പ്രദേശങ്ങളിൽപ്പെട്ടുള്ള വിവിധ വിദ്യാർത്ഥികൾക്കാണ് ഈ പഠനോപകരണങ്ങളെല്ലാം നമ്മൾ വിതരണം ചെയ്തത്. താന്യം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഉല്ലാസ് അംഗനവാടി പരിസരത്ത് നടന്ന പരിപാടി താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ VK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ പ്രതീക്ഷ രതീഷ് സ്വാഗതം പറഞ്ഞു. ചേർപ്പ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KV രാജേഷ് ക്ലാസ് അവതരണം നടത്തി. കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ റോസ്മേരി ജോൺ, വർക്കർ സിമി ഷാജി, ആശാ വർക്കർ റാണി പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CS നിഷാദ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് പോലീസ് ASI PK സൈഫുദ്ദീൻ ക്ലാസ് നയിച്ചു.
യൂണിറ്റ് സെക്രട്ടറി KS അബ്ദുൽ ജബ്ബാർ, ട്രഷറർ പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വൈവിധ്യ തരത്തിലുള്ള രീതിയിൽ പരിപാടികൾ ഇന്ന് ഈ സംസ്ഥാനത്തുടനീളം കാഴ്ചവെക്കുകയാണ്. വ്യാപാരം ചെയ്യാൻ വേണ്ടി മാത്രമല്ല വ്യാപാരികൾ, ഇതുപോലത്തെ ഒരുപാട് നന്മ പ്രവർത്തികളും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാണ് വ്യാപാരികൾ. അതുകൊണ്ട് തന്നെ വ്യാപാരി സമൂഹം ഇന്ന് മനുഷ്യരുടെ സമസ്ത മേഖലയിലും അതിൻ്റെതായ ഒരു പങ്കാളിത്തം വഹിക്കുന്ന ഒരു ജനവിഭാഗമാണ് വ്യാപാരി സമൂഹം. ഇന്നിവിടെ നമ്മള് കരിയർ കഫേ എന്നാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ കേട്ടിരിക്കുന്നത്. അഖില കേരള ധീവരസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് KP കറുപ്പൻ മാസ്റ്റർ 142ാം ജന്മദിനാഘോഷവും അദ്ദേഹം MLC ആയതിന്റെ 100ാം വാർഷിക ആഘോഷവും സംഘടിപ്പിച്ചു. കയ്പമംഗലം ഫിഷർമെൻ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. ധീവരസഭ താലൂക്ക് പ്രസിഡന്റ് ദിവാകരൻ കുറുപ്പത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, മണി കാവുങ്ങൽ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് KV തമ്പി, സംസ്ഥാന കൗൺസിലർമാരായ EK ദാസൻ, KM പുഷ്കരൻ, താലൂക്ക് വൈസ് പ്രസിഡന്റ് EK ബൈജു, സെക്രട്ടറി KK ജയൻ, KR രാധാകൃഷ്ണൻ, വിജയൻ കാവുങ്ങൽ, ഷീബ സതീഷ്, ഷീല ശാന്തകുമാർ, സുമ മധു, ഹരിദാസ് കൊച്ചിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ദേശീയ തലത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ 800 മീറ്റർ ഓട്ട മത്സരത്തിൽ ഒന്നാമതായ ആമേയ, SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കീർത്തന പ്രമോദ്, അമൽ കൃഷ്ണ ഷൈജു, ആദിശ്രീ ഗണേശൻ എന്നീ വിദ്യാർത്ഥികൾക്കും കേശ് അവാർഡ് നൽകി. ഒരു കാലത്ത് നമ്മുടെ കേരളം ജാതിയുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള അവഗണനകൾ നേരിട്ടൊരു സമൂഹമായിരുന്നു. നമ്മുടെ നാട്ടിലെ ജന്മിത്വത്തിൻ്റെയും ബ്രാഹ്മണ്യത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ പിന്നോക്ക ജനസമൂഹം അനുഭവിച്ച ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ജീവിത സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ജാതിക്കെതിരായി വലിയ പോരാട്ടം നടന്ന മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണ്. ഇവിടെ ഓരോ ജാതികൾക്ക് നിശ്ചയിക്കപ്പെട്ട തൊഴിലുണ്ടായിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾ ബ്രാഹ്മണരിൽ നിന്ന് എത്ര അകലെ സഞ്ചരിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ട അളവുകോലുകളുണ്ടായിരുന്നു കേരളത്തിൽ. നമുക്ക് കേരളത്തിൻ്റെ പോയകാല ചരിത്രം പഠിക്കാൻ ശ്രമിച്ചാൽ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എടത്തുരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പുകളുടെ സമാപനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള സമ്മാനദാനവും നടത്തി. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. TN തിലകൻ ആമുഖ പ്രഭാഷണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, പഞ്ചായത്ത് അംഗങ്ങളായ നീതു സുജേഷ്, രഞ്ജിനി സത്യൻ, വായനശാല സെക്രട്ടറി PR ജോഷി, പ്രസിഡന്റ് PC ബാലൻ, KA കൊച്ചുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ ഷാജി പൊന്നമ്പുള്ളി വായനശാലയിലേക്ക് നൽകിയ 800ഓളം പുസ്തകങ്ങൾ MLA ഏറ്റുവാങ്ങി. സംസ്ഥാന മികവഴക് പുരസ്കാരം നേടിയ അധ്യാപിക KB സന്ധ്യ, വോളിബോൾ കോച്ചുമാരായ PC രവി, CV വിഷ്ണു, ഇംഗ്ലീഷ് അധ്യാപകൻ KS സുനിൽകുമാർ എന്നിവരെയാണ് മൊമന്റോകൾ നൽകി ആദരിച്ചത്. 40ഓളം കുട്ടികൾ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. വായനക്കളരി, വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ്, ചിത്രരചന, ഭാഷാ പഠനം, കഥകളും കവിതകളും, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠനം, ശാസ്ത്ര പരീക്ഷണങ്ങൾ, പഠന വിനോദയാത്ര തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് അവധിക്കാലത്തിൽ വായനശാലയിൽ നടന്നത്. മണപ്പുറത്തിന്റെ മണ്ണിൽ പുരോഗമന അടിസ്ഥാനങ്ങൾക്ക് ഏറ്റവും വിപ്ലവകരമായി നേതൃത്വം നൽകിയ ഒരു വ്യക്തിയുടെ നാമധേയത്തിലുള്ള ലൈബ്രറി ഞാനാണ്. സർദാർ ഗോപാലകൃഷ്ണൻ ദിനാചരണത്തിൽ ഇപ്പോൾ ഒട്ടുമിക്ക വർഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരമൊരു തലത്ത് വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ചേർന്നത്. ഞാനും ഒരു ലൈബ്രറിയുടെ പ്രസിഡന്റാണ്. ഗുരുവായൂരിൽ ശ്രീകാവ് K ദാമോദരൻ സ്മാരക ലൈബ്രറി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ തന്നെ സ്ഥാപകരിൽ ഒരാളാണ് K ദാമോദരൻ എന്ന് എല്ലാവർക്കും അറിയാം, മലയാളികൾക്ക് തിരിച്ചറിയാം. അവിടെ ഇതേപോലെ തന്നെ ധാരാളം
റീപ്രിന്റിംഗ് ഇല്ലാത്ത പുസ്തകങ്ങളുടെയൊക്കെ ശേഖരമുള്ള വലിയ ലൈബ്രറിയാണ്. അപ്പോൾ ലൈബ്രറിയുടെ പ്രാധാന്യ പ്രത്യേകതയൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചു പുതിയ തലമുറയിലേക്ക് നന്നായി പകർന്ന് നൽകേണ്ടതായിട്ടുണ്ട്. ചെളിങ്ങാട് നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് PMA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഖാദർ ചുലൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ അബൂബക്കർ പുതിയ വീട്ടിൽ, ഹനീഫ പുതിയ വീട്ടിൽ, അബൂബക്കർ കറപ്പം വീട്ടിൽ, ഹൈദരാലി തട്ടാർക്കുഴി, PM സൈനുദ്ദീൻ, ഉസ്മാൻ ഹാജി, അബൂബക്കർ ഹാജി കറപ്പം വീട്ടിൽ, നജീബ് എക്സൽ, മുഹമ്മദ് ഹനീഫ, ഹുസൈൻ തോട്ടുപറമ്പത്ത്, PM ഇബ്രാഹിംകുട്ടി, മെഹബൂബ് നേത്ര, മനാഫ് ചുലൂക്കരൻ, TU ഇസാഖ്, റിയാദ് പൂവാമ്പറമ്പിൽ, PM ഷാഹുൽ ഹമീദ്, ഷമീർ പോക്കാക്കില്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹമാണ് ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ദുബായിൽ പ്രത്യേകമായ ഒരു കമ്പനി രൂപീകരിച്ച് അവിടെ നിന്ന് സാമ്പത്തികമായിട്ടുള്ള സഹായത്തിന് വേണ്ടി വലിയ സംഖ്യ മാസങ്ങളോളം പിരിവെടുത്ത് നമ്മുടെ ഈ സംഘടനയ്ക്ക് അയച്ചുള്ള വലിയ മനസ്സിന്റെ ഉടമയാണ്. എല്ലാ കാലവും നമ്മൾ പറയാൻ കഴിയുന്നത് നമ്മൾ വീണ്ടും പറയുകയാണ്. നമ്മളെ മക്കളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അവരുടെ പഠനത്തെ കുറിച്ച് നമ്മൾ സ്കൂളിൽ അധ്യാപകരെ മാത്രം കാര്യമായില്ല. നമ്മൾ കൂടി അവരുടെ വിദ്യാഭ്യാസ നിലവാരം എങ്ങനെയുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തണം. പ്രത്യേകിച്ച് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു 12ാം ക്ലാസ് പഠിച്ച കുട്ടിക്ക് സ്വന്തം പേരിടാൻ പോലും കഴിവില്ലായിരുന്നു. സ്വന്തം പേരിടാൻ പോലും അറിയില്ല. അപ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു മാത്രമേ അറിയില്ല. അതിന്റെ പുറകെ അവരുടെ പഠിപ്പെന്താണ്, അവരുടെ പ്രോത്സാഹനങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിന്റെ പോരായ്മകൾ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ചേർപ്പിൽ കഞ്ചാവ് വിൽപ്പന നടത്തി ലഭിച്ച 1.3 ലക്ഷം രൂപ സഹിതം വധശ്രമ കേസിലെ പ്രതി പിടിയിൽ. ആനന്ദപുരം കൂപ്പിളിക്കാടൻ വീട്ടിൽ ആഷിഖിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് പിടികൂടിയത്. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തു. ഇയാൾ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ വധശ്രമ കേസിലെ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, SI മാരായ K ഷിജു, A സഞ്ജയ്, SI ജയചന്ദ്രൻ, GSI MS ഷാജു, GS അനീഷ്, PN മനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഓട്ടോ ഓടിക്കുന്നതിന്റെ മറവിൽ സ്കൂൾ കുട്ടികൾക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച MDMA-യുമായി യുവാവ് പിടിയിൽ. കുട്ടനല്ലൂർ ആലുകൽ വീട്ടിൽ ശ്രീജിത്തിനെയാണ് അതിമാരക മയക്കുമരുന്നായ MDMA-യുമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇയാൾ വിയൂർ സ്റ്റേഷൻ പരിധിയിൽ വീട് കയറി ആക്രമണം, മാള പോലീസ് സ്റ്റേഷനിൽ വാഹനമോടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കാൻ ഇടയായ കേസിലും പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO KN മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണ സംഘത്തിലുണ്ടായത്. ബലിപെരുന്നാൾ പ്രമാണിച്ച് ഈ മാസം 27-നും 28-നും സർക്കാർ അവധി പ്രഖ്യാപിച്ചു. പെരുന്നാളിന് മെയ് 27-ന് നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ കേരളത്തിൽ പെരുന്നാൾ വ്യാഴാഴ്ച ആയതിനാൽ 28-ന് കൂടി അവധി പ്രഖ്യാപിക്കുകയായിരുന്നു. എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. ദേശീയപാത മണത്തലയിൽ സർവീസ് റോഡിലെ വൻ ഗർത്തങ്ങൾ ഇരുചക്രവാഹന യാത്രികർക്ക് വൻ ഭീഷണിയാകുന്നു. ജുമായത്ത് പള്ളിക്ക് വടക്ക് സർവീസ് റോഡിലാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. മഴ കനത്തതോടെ കുഴികൾ വെള്ളത്തിൽ മുങ്ങി കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ദേശീയപാത കരാർ കമ്പനി അധികൃതരോട് നിരന്തരം പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാവില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മഴ കനത്താൽ വീടുകളിൽ ജലവെള്ളം നിറഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. തൃശൂർ നഗരത്തിൽ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും ചോർന്ന ഡീസൽ ഫയർഫോഴ്സ് എത്തി വെള്ളമൊഴിച്ച് നീക്കം ചെയ്തു. വടക്കാഞ്ചേരി അകമലയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. സ്വകാര്യ ബസും ബൈക്കും പിക്കപ്പ് വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത്.
സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് യാത്രക്കാരെ ഇറക്കാനായി സ്വകാര്യ ബസ് ബ്രേക്ക് ഇട്ട് നിർത്തിയതാണ് അപകടത്തിന് കാരണമായത്. ബസ് അപ്രതീക്ഷിതമായി റോഡിന് നടുവിൽ നിർത്തിയതോടെ തൊട്ടുപിന്നിൽ വന്നിരുന്ന ഇരുചക്രവാഹനം ബസിന്റെ പിൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇതേ സമയം തന്നെ ബൈക്കിന് തൊട്ടുപിറകിലുണ്ടായിരുന്ന പിക്കപ്പ് വാൻ ബൈക്കിന് പിന്നിലിടിച്ചു. വടക്കഞ്ചേരി പോലീസ് സംഭവസ്ഥലത്തെത്തി വാഹനം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ അധ്യാപികയുടെ 3 ലക്ഷം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. എളവള്ളി കാക്കശ്ശേരി സ്വദേശിനി ശോഭനയുടെ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗാണ് മോഷണം പോയത്. 17 ഗ്രാം തൂക്കം വരുന്ന തടവള, 4 ഗ്രാം തൂക്കം വരുന്ന ഒരു ജോഡി കമ്മൽ, പാൻ കാർഡ്, 3 ഡെബിറ്റ് കാർഡുകൾ, ആധാർ കാർഡ്, പച്ചക്കല്ല് പതിച്ച ചെമ്പുമോതിരം, 20,000 രൂപ അടങ്ങിയ ഹാൻഡ് ബാഗാണ് മോഷണം പോയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മത്സ്യക്കച്ചവടക്കാർക്കായി പ്രത്യേക ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്ന് ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. അഴീക്കോട് നടന്ന ജില്ലാ സമ്മേളനം മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PH റഹീം അധ്യക്ഷത വഹിച്ചു. MLA KK വത്സരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, ജില്ലാ രക്ഷാധികാരി PA ഹസൻ, ബാബുരാജ് മൂന്നുപീടിക തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയത്തിൽ ഇടവക ദിനം ആഘോഷിച്ചു. തൃപ്പയാർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി ഇടവക സമൂഹം പങ്കെടുത്തു. വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗം തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു. തൃപ്പയാർ സെന്റ് ജൂഡ് പള്ളി ട്രസ്റ്റി റോബിൻസൺ സ്വാഗതവും ജനറൽ കൺവീനർ സോണി സി ആന്റണി നന്ദിയും പറഞ്ഞ ചടങ്ങിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ ആശംസകളും നേർന്നു. ഇടവകയിലെ വിവിധ മേഖലകളിൽ തിളങ്ങിയവരെ ആദരിച്ചു. 3 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ളവർക്ക് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. യൂണിറ്റുകൾ തമ്മിലുള്ള കലാ, സാഹിത്യ, കായിക മത്സരങ്ങളിൽ ഓവറോൾ ചാമ്പ്യന്മാരായ സെന്റ് ജൂഡ് യൂണിറ്റിന് സഹായ മെത്രാൻ ട്രോഫി സമ്മാനിച്ചു. ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് 2ാം സ്ഥാനവും അൽഫോൺസ യൂണിറ്റ് 3ാം സ്ഥാനവും നേടി. തുടർന്ന് സ്നേഹവേദനം ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് കളക്ടറായി പ്രീതി AC ചുമതലയേറ്റു. കൈപ്പമംഗലം 3 പീടികയിൽ തെരുവുനായയുടെ ആക്രമണം, 4 പേർക്ക് നായയുടെ കടിയേറ്റു. DYFI എടത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SSLC പരീക്ഷയിൽ ഉന്നത വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.